ADGP RSS കൂടിക്കാഴ്ചയിൽ MR അജിത് കുമാറിന്റെ മൊഴി DGP എടുത്തത് 8 മണിക്കൂർ കൊണ്ട്. PV അൻവറിന്റെ ആരോപണങ്ങൾക്ക് പിന്നിൽ വലിയ ഗൂഢാലോചന ഉണ്ടെന്നാണ് ADGP MR അജിത് കുമാർ പറഞ്ഞത്. ഗൂഢാലോചനയിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും കള്ളക്കടത്ത് സംഘത്തിനും പങ്കുണ്ട്. ഇതൊക്കെ ADGPയുടെ മൊഴിയാണ് കേട്ടോ. ADGPയുടെ മൊഴിയുടെ വിശദാംശങ്ങൾ 24-ന് കിട്ടി. 24 എക്സ്ക്ലൂസീവ്. കോഴിക്കോട് നിന്ന് ദീപക് തർമ്മടം വിശദാംശങ്ങളുമായി ചേരുന്നു. ദീപക്, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഇത് ഒരു വളരെ പ്ലാൻ ചെയ്ത ഒരു ഗൂഢസംഘ പ്രവർത്തനമാണെന്നാണോ ADGPയുടെ മൊഴി? SKN വളരെ നിർണായകമായ മൊഴിയാണ് ADGP MR അജിത് കുമാർ DGP ദർവേഷ് സാഹിബിന് നൽകിയത്. DGP ദർവേഷ് സാഹിബും ആ അന്വേഷണ സംഘത്തിലെ പ്രധാനികളും ഉണ്ടായിരുന്നു. അതിൽ SP മധുസൂദൻ ആയിരുന്നു മൊഴിയെല്ലാം രേഖപ്പെടുത്തിയത്. ബാക്കി സ്പർജൻ കുമാർ IG ഉൾപ്പെടെയുള്ളവർ ആ സമയത്ത് DGPയുടെ ഈ മൊഴിയെടുക്കൽ പരിപാടിയിലുണ്ടായിരുന്നു. 8 മണിക്കൂറോളം നീണ്ടു മൊഴിയെടുക്കൽ. 11 ചോദ്യങ്ങളായിരുന്നു ADGPക്ക് മുൻപാകെ വെച്ചത്. അതിൽ ഒരു പ്രധാനപ്പെട്ട ചോദ്യമായിരുന്നു RSS കൂടിക്കാഴ്ച. RSS കൂടിക്കാഴ്ചയിൽ വളരെ കൃത്യമായാണ് MR അജിത് കുമാറിൻ്റെ മറുപടി. താൻ RSS നേതാവിനെ കണ്ടത് പരിചയപ്പെടാൻ വേണ്ടിയാണ്, താൻ സ്വമേധയാ കണ്ടതാണ്, താൻ നേതാക്കളെ എല്ലാം കാണാറുണ്ട്. ജാതി മത രാഷ്ട്രീയ, അദ്ദേഹത്തിൻ്റെ മൊഴിയിലെ വരികൾ ഇങ്ങനെയാണ്: ജാതി മത കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ നേതാക്കളെയും അവസരം കിട്ടുമ്പോൾ പരിചയപ്പെടും. ഇത് തൻ്റെ പോലീസ് ലോ ആൻഡ് ഓർഡർ പ്രവർത്തനങ്ങൾക്ക് സഹായകമാകാറുണ്ട്. ചില വർഗീയ ലഹളകളും വർഗീയ കലാപങ്ങളും ഉണ്ടാകുമ്പോൾ പോലും തനിക്ക് ഇത്തരത്തിലുള്ള പരിചയം ലോ ആൻഡ് ഓർഡർ ക്രമീകരണത്തിന് പെട്ടെന്ന് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സഹായകമായിട്ടുണ്ട്. ഇതുപോലെ താൻ മറ്റു നേതാക്കളെയും കണ്ടിട്ടുണ്ട്, രാഹുൽ ഗാന്ധിയെ കണ്ടിട്ടുണ്ട് എന്നുള്ള കാര്യം ഉൾപ്പെടെ നിരവധി നേതാക്കളെ കണ്ടിട്ടുണ്ട്, ഇനിയും കാണും എന്നുള്ളതാണ്, അതിൽ തെറ്റില്ല എന്നുള്ളതാണ് DGP ദർവേഷ് സാഹിബിന് ADGP MR അജിത് കുമാർ നൽകിയ മൊഴിയിലുള്ളത്. തൻ്റെ ജോലിയുടെ ഭാഗമായി തനിക്ക് ഇത്തരം പരിചയങ്ങൾ ഗുണം ചെയ്യാറുണ്ട് എന്ന് പറയുന്നു. 2 കാര്യങ്ങൾ സ്പെസിഫിക്കായി പറയുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാം മാധവുമായിട്ടുള്ള കൂടിക്കാഴ്ച. അത് നടന്നത് ഇന്ത്യ ടുഡേ കോൺക്ലേവിലാണ്. ആ കോൺക്ലേവിൽ മുൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ചിദംബരം, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടങ്ങിയ നിരവധി നേതാക്കൾ പങ്കെടുത്തു. അതിൽ രാം മാധവും പങ്കെടുത്തു. പക്ഷേ തനിക്ക് പരിചയമില്ലാത്ത ഒരാളാണ് രാം മാധവ്. ആ രാം മാധവിനെ പരിചയപ്പെടാൻ വേണ്ടി ആശിഷ്, അതായത് ലീല ഗ്രൂപ്പിൻ്റെ വൈസ് പ്രസിഡന്റ്, ഈ കോവളം റാവിസ് ലീലയിലായിരുന്നു ഈ പരിപാടി നടന്നത്. അവിടെ വെച്ച് ആശിഷ് വിളിക്കുന്നു, നേരെ പരിചയപ്പെടുന്നു. വെറും 3 മിനിറ്റോ 4 മിനിറ്റോ മാത്രമാണ് ആ കൂടിക്കാഴ്ചയുടെ ദൈർഘ്യം. മറ്റൊന്ന്, ഒസബല്ലയെ കണ്ടത്, ദത്താത്രേയ ഒസബല്ലയെ കണ്ടത് തൃശ്ശൂരിൽ വെച്ചാണ്. തൻ്റെ സുഹൃത്തായ ജയകുമാറാണ് അദ്ദേഹം ക്ഷണിക്കുന്നത്. ജയകുമാറാണ് അദ്ദേഹം പറഞ്ഞു പരിചയപ്പെടാമെന്ന്. അങ്ങനെ പരിചയപ്പെടുന്നു. ആ പരിചയപ്പെടുന്ന വേളയിൽ റിട്ടയർഡ് SP ഉണ്ണിരാജൻ IPS ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ മൊഴിയിലുണ്ട്. മാത്രവുമല്ല ആ കൂടിക്കാഴ്ചയും 5 മിനിറ്റ് മാത്രം നീണ്ടു. ഇങ്ങനെയാണ് താൻ പരിചയപ്പെട്ടു, അല്ലാതെ മറ്റൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. മാത്രവുമല്ല അദ്ദേഹം പറയുന്നു, ഇതിൽ തെറ്റില്ല, ഇനിയും ഇത്തരം ആൾക്കാരെ പരിചയപ്പെടും. അത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ അവസരം കിട്ടുമ്പോൾ നേതാക്കളെ പരിചയപ്പെടാറുണ്ട് എന്നുള്ളത് അദ്ദേഹം പറയുകയാണ്. SKN ഒരുപക്ഷെ ഈ വിവാദത്തിൽ ഏറ്റവും മൂർത്തമായ ഒരു രൂപത്തിലുള്ള മറുപടിയാണ് ഇദ്ദേഹം നൽകിയത് എന്ന് വേണം നമുക്കിതിൽ കരുതാൻ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, തനിക്കെതിരെ അൻവറുമായി ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നമില്ല, അൻവറുമായി തെറ്റായ ബന്ധമില്ല, നല്ല ബന്ധം മാത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ എന്നാൽ അൻവർ തന്നെ ആക്രമിക്കുന്നതിന് പിന്നിൽ കൃത്യമായ ഗൂഢാലോചനയുണ്ട്. ആ ഗൂഢാലോചനയിൽ പോലീസ് ഉന്നത ഉദ്യോഗസ്ഥർ ഭാഗവാക്കാണ് എന്ന് അദ്ദേഹത്തിൻ്റെ മൊഴിയിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നു. മാത്രവുമല്ല ഈ ഗൂഢാലോചനയുടെ പ്രധാന ടാർഗറ്റ് മുഖ്യമന്ത്രിയാണെന്നും താൻ ഈ ലക്ഷ്യത്തിലേക്ക് എത്തുന്ന മാർഗങ്ങളിലൊന്നു മാത്രമാണെന്നും ADGP MR അജിത് കുമാറിൻ്റെ മൊഴിയിലുണ്ട്. വിശദമായ മൊഴിയാണ്. ഈ 11 വിഷയങ്ങളിൽ അദ്ദേഹം വളരെ വിശദമായ മൊഴി, ഏതാണ്ട് 8 മണിക്കൂറോളം നീണ്ട മൊഴി രേഖപ്പെടുത്തലാണ് ഉണ്ടായത്. SKN. ഓക്കെ ദീപക്, ഒരുപക്ഷെ സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് ഈ മൊഴിയുമായി അടുത്ത് നിൽക്കുന്നതാണോ, അതോ സർക്കാർ മറ്റൊരു നിലപാടിലേക്ക് നീങ്ങുമോ? നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? SKN സർക്കാർ വൃത്തങ്ങളിൽ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നവരുമായി ഇന്നലെ സംസാരിച്ചിരുന്നു. അതിൽ അവരെല്ലാം പറയുന്നത് ഒരാളെ കാണുന്നതിൽ തെറ്റില്ല. മാത്രവുമല്ല ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞത്, വയനാട് ദുരന്തത്തിൻ്റെ ചുമതലയിൽ അദ്ദേഹം 15 ദിവസം, ഒരുപക്ഷെ കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കാം ഒരു ദുരന്തമുഖത്ത് ഒരു ADGP 15 ദിവസം ഉണ്ടാവുന്നത്. ആ 15 ദിവസത്തിനിടയിൽ അദ്ദേഹം പോലീസിൻ്റെ സൂസ് വാഹനത്തിൽ മുണ്ടക്കൈ മേഖലയിൽ പുഞ്ചിരിമറ്റം മേഖലയിലേക്ക് രാഹുൽ ഗാന്ധിയെ അദ്ദേഹം കൊണ്ടുപോയി ദുരന്തം കാണിച്ചു. അതുപോലെ തന്നെ അദ്ദേഹം പാണക്കാട് സാദിഖലി
തങ്ങൾ ഉൾപ്പെടെയുള്ള നേതാക്കളെ, അതായത് പ്രതിപക്ഷ നേതാക്കളെ അവിടെ കൊണ്ടുപോയി കാണിച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശനും അദ്ദേഹം പോലീസ് വാഹനം ഈ പുഞ്ചിരിമറ്റം ഭാഗത്തേക്ക് പോകാൻ വിട്ടുകൊടുത്തു. ഇതെല്ലാം സർക്കാരിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തന രീതി തന്നെ എല്ലാവരെയും കാണുക, എല്ലാവരെയും ഒപ്പം നല്ല ബന്ധം വെച്ചുകൊണ്ട് ലോ ആൻഡ് ഓർഡർ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അത് സർക്കാരിന് കൃത്യമായ തിരിച്ചറിവുണ്ട് എന്നുള്ളതാണ് ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് കൈകാര്യം ചെയ്യുന്ന ഒരു ഉന്നതനുമായി സംസാരിച്ച സമയത്ത് മനസ്സിലായത്. അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ നിലപാട് ഈ കാര്യത്തിൽ കാണുന്നത് തെറ്റല്ല, മറ്റെന്തെങ്കിലും ദുരുദ്ദേശമില്ലായിരുന്നുവെങ്കിൽ അപ്പോൾ ദുരുദ്ദേശമില്ല എന്നുള്ളത് ഈ ADGPയുടെ മൊഴിയിലൂടെ വ്യക്തമാകുന്നു. മാത്രവുമല്ല, ദർവേഷ് സാഹിബ് ഇതിൽ വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട് എന്നാണ് മനസ്സിലായത്. ഈ ജയകുമാർ ഉൾപ്പെടെയുള്ളവരുമായി മൊഴിയെടുക്കാനുള്ള ശ്രമം അദ്ദേഹം നടത്തുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്, ഈ കാര്യത്തിൽ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിലുള്ള വിശദമായ മൊഴിയാണ് ADGP നൽകിയിരിക്കുന്നത്. SKN ദീപക്, ഒരു കാര്യം കൂടി, നമുക്ക് ലഭിക്കുന്ന ചില വിവരമനുസരിച്ച് ഈ കണ്ടുമുട്ടലിനെ കുറിച്ച് അന്വേഷിക്കണമെന്ന് പറയുന്ന ചില നേതാക്കന്മാർ തന്നെ RSS നേതാക്കളെ കാണാൻ താല്പര്യം പ്രകടിപ്പിക്കുകയോ അതല്ലെങ്കിൽ കണ്ടുമുട്ടുകയോ ചെയ്തിട്ടുണ്ട് എന്ന രീതിയിൽ വാർത്ത വരുന്നുണ്ടല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് കൂടി നമുക്ക് അന്വേഷിക്കാൻ കഴിയുന്നുണ്ടോ? ദീപക്, യഥാർത്ഥത്തിൽ ദീപകിന് ഞാൻ പറയുന്നത് കേൾക്കാൻ കഴിയുന്നുണ്ടോ? അതായത് ഈ വിവാദങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ചില നേതാക്കന്മാർ തന്നെ RSSന്റെ നേതാക്കളെ കാണാൻ താല്പര്യം പ്രകടിപ്പിക്കുകയോ അതല്ലെങ്കിൽ കാണുകയോ ചെയ്തിട്ടുണ്ട് എന്നുള്ള ചില വാർത്തകൾ കൂടി വരുമ്പം കളം കുറച്ചുകൂടി കടുക്കും എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? SKN അത് നമുക്ക് പിന്നീട് ബ്രേക്ക് ചെയ്യാവുന്ന ഒരു വലിയ വാർത്തയാണ്. ADGPയെ മാറ്റണമെന്നാവശ്യപ്പെടുന്ന ഒരു പ്രധാന നേതാവ് BJPയുടെ ഒരു പ്രമുഖ നേതാവുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തി എന്ന വിവരം സംസ്ഥാന ഇൻ്റലിജൻസിൻ്റെ കയ്യിലുണ്ട്. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാവുന്നതേ ഉള്ളൂ. ഏതായാലും ഈ ഒസബല്ലെ അതുപോലെ പ്രകാശ് ജാവ്ദേക്കർ ഈ രണ്ടു പേരാണ് സംസ്ഥാനത്ത് പ്രമുഖരായ പലരെയും കൂടിക്കാഴ്ച നടത്തിയത്. അവർ അവരുടെ ഒരു ദൈനംദിന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി തന്നെ വിവിധ പാർട്ടി നേതാക്കളെ, വിവിധ മാധ്യമ മേധാവിമാരെ, വിവിധ ഉദ്യോഗസ്ഥരെ കാണുക അവരുടെ ഒരു സമ്പർക്ക പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. അതിൻ്റെ ഭാഗമായി പ്രധാനപ്പെട്ട ചില നേതാക്കളെ, അതായത് ഇപ്പോൾ ADGPക്കെതിരെ അല്ലെങ്കിൽ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്ന ചില നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി എന്നുള്ള വിവരമുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ ലഭ്യമാകുന്നതേ ഉള്ളൂ. ഏതായാലും സംസ്ഥാന സർക്കാരിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ കയ്യിൽ ഇത്തരം കൂടിക്കാഴ്ച നടത്തിയ മുഴുവൻ ആൾക്കാരുടെ വിശദാംശങ്ങൾ എടുക്കാൻ വേണ്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. SKN ഓക്കെ, താങ്ക് യു. ദീപക് ധർമ്മടമാണ് വിവരങ്ങൾ നൽകിയത്.